Hello, welcome to Sensor School of Life Sciences. Today we shall discuss about gastrointestinal hormones or GI hormones. Sometimes it is also known as local hormones or gut hormones. Okay, നമുക്കറിയാം സാധാരണ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഗ്ലാൻഡിൽ കാണുന്ന സെൽസാണ്. ഫോർ എക്സാമ്പിൾ പിറ്റ്യൂട്ടറി, അഡ്രീനൽ ഗ്ലാൻഡ് ഓർ എനി അതർ ഗ്ലാൻഡ്. പക്ഷേ ജി എ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ജി എ ട്രാക്കിൽ കാണുന്ന പ്രത്യേകതരം സെൽസ്, അതായത് എൻഡോക്രൈൻ സെൽസ് എന്നാണെങ്കിൽ എൻഡോക്രൈൻ സെൽസ് ഡു നോട്ട് ഫോം glands. They just spread throughout the digestive tract. Gastrointestinal hormones are a group of hormones secreted by endocrine cells in the stomach, pancreas, and small intestine that control various functions of the digestive system. Many of these hormones also act as neurotransmitters. പല ഹോർമോൺസും ന്യൂറോട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. The gastrointestinal hormones can be divided into the following groups based upon their chemical structure and function. അതായത് ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് പഠിക്കാം. അതായത് ഗാസ്ട്രിൻ ഫാമിലി, സെക്രീറ്റിൻ ഫാമിലി, ഈ രണ്ടിലും പെടാത്തതിന് നമ്മൾ അതേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ കൊടുക്കാം. ഈ ഗാസ്ട്രിൻ ഫാമിലിയിൽ വരുന്നതാണ് ഗാസ്ട്രിൻ, ഹോൾസിസ്റ്റോകൈനിൻ. Secretin family includes secretin, vasoactive intestinal peptide അഥവാ VIP, glucagon, then gastric inhibitory peptide അഥവാ GIP. ഇത് രണ്ടിലും വരാത്ത അത് നമുക്ക് ഇതിൽ ഗ്രൂപ്പ് ചെയ്യാം ഈ കാറ്റഗറിയിൽ, അതായത് അതേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ. മോട്ടിലിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, സബ്സ്റ്റൻസ് പി, പെപ്റ്റൈഡ് YY, ദെൻ ഗ്രലിൻ. ഇങ്ങനെ വേറെ ചിലതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നും കൂടെ ബ്രോഡ്ലി നമുക്ക് ഗാസ്ട്രോഇന്റെസ്റ്റിനൽ ഹോർമോൺസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഗാസ്ട്രിൻ ഫാമിലി, അതിൽ വരുന്നതാണ് ഗാസ്ട്രിൻ, ഹോൾസിസ്റ്റോകൈനിൻ. സെക്രീറ്റിൻ ഫാമിലിയിൽ വരുന്നതാണ് സെക്രീറ്റിൻ, VIP, ഗ്ലൂക്കഗോൺ, GIP. ദെൻ അതേഴ്സ് മോട്ടിലിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, സബ്സ്റ്റൻസ് പി, പെപ്റ്റൈഡ് YY ആൻഡ് ഗ്രലിൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗാസ്ട്രിൻ ഫാമിലിയാണ് ആദ്യം. ഇവിടെ 3 കോളമായിട്ട് കൊടുത്തിരുന്നു. ഹോർമോൺ ആൻഡ് സോഴ്സ്, സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ, മെയിൻ ഫിസിയോളജിക്കൽ ആക്ഷൻ. ഗാസ്ട്രിൻ, ഇത് ജി സെൽസ് ഓഫ് ഗാസ്ട്രിക് ആൻഡ്രം ആൻഡ് ഡിവോഡിനം. ഗാസ്ട്രിക് ആൻഡ്രം അതായത് ഒരു ലൊക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ പൈലോറി സ്ഫിങ്ക്ടർ. അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ നമുക്ക് മനസ്സിലാവും. സ്റ്റൊമക്കിൻ്റെ ഗാസ്ട്രിക് പൈലോറി സ്ഫിങ്ക്ടറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന ആ ഭാഗത്തും ഡിവോഡനത്തിലും കാണുന്നതായ ജി സെൽസ് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഫങ്ഷൻസ് പ്രധാനമായിട്ടുള്ളതൊക്കെയാണ്. ഒന്ന്, ആക്ട്സ് ഓൺ ദ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് എക്സീൽ ആൻഡ് പെപ്സിനോജൻ. Then promotes gastric and intestinal motility. Then cholecystokinin അഥവാ CCK, പിന്നെ പാൻക്രിയോസൈമിൻ എന്ന് പറയാറുണ്ട്, ഒത്തിരിക്കുക. ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഐ സെൽസ് ഓഫ് ഡിവോഡിനം ആൻഡ് ജെജുനം. ഇതിന്റെ ഫങ്ഷൻ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ്, then stimulate gallbladder contraction, relax the sphincter of OD for release of bile and enzymes. Sphincter of OD എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്നെ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് സ്റ്റിമുലേറ്റ്, ഹോൾസിസ്റ്റോകൈനിൻ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ് എന്ന് പറയും. പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമാറ്റിക് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അത് പലർക്കും തെറ്റുന്നതാണ്. അതായത് ഇതിലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിലെ ബൈകാർബണേറ്റ്, വാട്ടർ ഇതൊക്കെ സെക്രീറ്റ് ചെയ്യാൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സെക്രീറ്റിനാണ്. അത് ഞാൻ പിന്നെ പറയും. അപ്പോൾ ഒന്നും കൂടെ അപ്പോൾ നമുക്ക് ഹോൾസിസ്റ്റോകൈനിൻ അഥവാ പാൻക്രിയോസൈമിൻ ഐ സെൽസ് ഓഫ് ഡിവോഡിനം ആൻഡ് ജെജുനം ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ്
then stimulate gallbladder contraction, then relaxes sphincter of OD4. അത് റിലാക്സ് കൊടുക്കണമല്ലോ ഫോർ റിലീസ് ഓഫ് ബൈൽ ആൻഡ് എൻസൈംസ്. ഓക്കെ, നമുക്കിനി സെക്രീറ്റിൻ ഫാമിലി നോക്കാം. ഇവിടെ ഹോർമോൺ സെക്രീറ്റിൻ അത് എസ് സെൽസ് ഓഫ് ഡിവോഡനം ആൻഡ് ജെജിനം. ഇപ്പോൾ സെക്രീറ്റിൻ എസ് സെൽസ്, അത് എസ് എന്നുള്ള സെക്രീറ്റിൻ, അത് ചിലത് അങ്ങനെ ഓർക്കാൻ പറ്റും, പക്ഷെ ചില അങ്ങനെ പറ്റത്തില്ല. ഇത് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് ഫ്രം പാൻക്രിയാസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ ഇൻഹിബിറ്റ്സ് ഗാസ്ട്രിക് ആസിഡ് സെക്രീഷൻ, അതിൻ്റെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ഓർത്തിരിക്കുക, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ഹോർമോൺ ഡിസ്കവേർഡ് ഇറ്റ് ഈസ് സ്റ്റാർലിംഗ് ആൻഡ് ബെയ്ലിസ് 1902 ആണ് നോട്ട് ചെയ്തിരിക്കുക. അപ്പൊ സെക്രട്ടറിന് ആദ്യം കണ്ടുപിടിച്ച ഹോർമോൺ. വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പെപ്റ്റൈഡ് അഥവാ VIP, ഇൻഡയറക്റ്റ് നെർവാണ്. ഇറ്റ് ഇൻക്രീസസ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് സെക്രീഷൻ ഫ്രം പാൻക്രിയാസ് ആൻഡ് ഗട്ട്. ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് അഥവാ GIP, K cells of duodenum and jejunum. It reduces gastric acid secretion and intestinal motility, stimulate insulin release in response to glucose and fatty acid. Hence, it is known as glucose-dependent insulinotropic peptide. Very important. അതായത് ഗാസ്ട്രിക് ജെ ട്രാക്റ്റില് ഗ്ലൂക്കോസ് ഫാറ്റി ആസിഡിന്റെ പ്രസൻസിൽ ഇൻസുലിൻ റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ GIP എന്തും പറയും, ഗ്ലൂക്കോസ് ഡിപ്പെൻഡന്റ് ഇൻസുലിനോട്രോപിക് പെപ്റ്റൈഡ്. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സെക്രീറ്റിൻ ഫാമിലിയിൽ ഏതെല്ലാം വരുന്നതെന്ന് പറഞ്ഞു. സെക്രീറ്റിൻ, VIP, GIP. ഓരോന്നിൻ്റെ ഫങ്ഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി അതർ ഗ്രൂപ്പിൽ വരുന്നത്, അതായത് ഇതിൽ വരുന്ന എന്താണ്, G ഹോർമോൺസ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് ഇൻ any of the gastrin family and the secretin family have included under the other group of gastrointestinal hormone. ഇതിൽ മോട്ടിലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പല രൂപത്തിൽ ചോദിക്കുന്നത്. ഇവിടെ M cells or MO cells in stomach and intestine ആണ് പറയുന്നത്. M cells or MO cells എന്റെ രീതിയിലും പറയും. This will accelerate gastric emptying. Gastric and content, the emptying increases movement of small intestine. ഇതിനെ എന്തും കൂടെ പറയുന്നത് ഹൗസ് കീപ്പർ ഓഫ് ഗട്ട് എന്നാണ് പറയുക. അപ്പോൾ ഗാസ്ട്രിക് എംപ്റ്റിങ്ങിനെല്ലാം സഹായിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം അപ്പോൾ ഹൗസ് കീപ്പർ ഓഫ് ഗട്ട് എന്നാണ് ഇതിനെ സവിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ സെക്രീറ്റ് ചെയ്യുന്ന M cells അഥവാ MO cells ആണ്. ദെൻ ഞാൻ ചില കാര്യങ്ങളിലൂടെ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കാം, MCQല്. ഞാനത് MCQ ക്വസ്റ്റ്യനിൽ തന്നോളും, പ്രാക്ടീസ് ടെസ്റ്റിൽ ഞാൻ പിന്നെ തന്നോളും. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. സൊമറ്റോസ്റ്റാറ്റിൻ D cells in stomach and duodenum inhibit gastric secretion and motility, inhibit secretion of GIP and VIP, the gastric inhibitory peptide, vasoactive intestinal peptide. Inhibit secretion of growth hormone, inhibition. Substance P from intestine increases motility of small intestine. Then peptide YY, L cells of ileum and colon suppresses appetite and food intake, increases intestinal motility. ഈ ഗ്രലിനും പെപ്റ്റൈഡ് YY അതുപോലെ ഇതിൽ പെടാത്തതാണെങ്കിലും ലെപ്റ്റിൻ, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഒത്തിരി വരും. ലെപ്റ്റിൻ അല്ല ഞാൻ ക്വസ്റ്റ്യനിൽ ഇതൊന്നുമല്ല അല്ലേ, ഇപ്പൊ ഇവിടെ വരാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ പെപ്റ്റൈഡ് YY, L cells of ileum and colon suppresses appetite and food intake, increases intestinal motility. Ghrelin ആണെങ്കിലോ is produced mainly from stomach, stimulates appetite, the opposite ആണ്, and is known as hunger hormone. Okay, and I am not repeating, study it well. Then നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ ക്വസ്റ്റ്യൻസ് വരും, അത് ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടീസ് ടെസ്റ്റ് തന്നുള്ള. 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം.
Which of the following statements regarding the GI hormone is correct? Gastrointestinal hormone കുറിച്ച് ശരിയായിട്ടുള്ള പുസ്തകമാണ് ഏതാണ്? Secretion of gastrin cease when the pH of gastric content is decreased below 2. ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയാണോ അല്ലേ എന്നിട്ട് നോക്കാം. ഇത് കറക്റ്റ് അല്ലേ? Because secretion of gastrin is stopped in acidic medium. Acidic medium stop ചെയ്യും. ഓർത്തിരിക്കുക. Secretin is optimally active at high pH. Is not correct. No, secretin is active in acidic medium. Secretin is released by your cells. Correct ആണല്ലോ. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? 1, 3 ആണ്. അപ്പൊ ബി ആണ് ആൻസർ. ഓക്കെ. Then which is the first hormone discovered? Straight question ആണ്. Secretin ആണ്. അത് ഞാൻ പറഞ്ഞു. The hormone which regulate GI motility during interdigestive phase. Interdigestive phase. അത് മോട്ടലിനാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, മോട്ടലിനെ കുറിച്ച് ചില കാര്യങ്ങളിലൂടെ ഞാനത് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നോളാം. ഓക്കെ, താങ്ക് യു.